വകുപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം ഇതുവരെ ആയില്ലല്ലോ. ഏത് വകുപ്പെന്ന് ചോദിച്ചാൽ UDF മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ, അത് തമ്മിൽ തർക്കങ്ങൾ നീളുന്നുണ്ട്. അതുകൊണ്ട് ഇതുവരെ പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞിട്ടില്ല. വകുപ്പുകളിൽ അവസാനവട്ട ചർച്ചകൾ ഇന്ന് നടക്കുമെന്നറിയുന്നു. ഇന്ന് തന്നെ ഗവർണർക്ക് പട്ടിക കൈമാറാനാണ് UDF നീക്കമെന്ന് മനസ്സിലാക്കുന്നു. ബിനിൽ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ബിനിൽ, ഗുഡ് മോർണിംഗ് ബിനിൽ. ഇപ്പോൾ ഇന്ന് നമുക്ക് വിജ്ഞാപനം പ്രതീക്ഷിക്കാമോ? ഇപ്പോ ചർച്ചകൾ തട്ടി നിൽക്കുന്നത് അല്ലെങ്കിൽ വഴിമുട്ടി നിൽക്കുന്നത് ഈ തുറമുഖ വകുപ്പുമായി മാത്രം ബന്ധപ്പെട്ടാണോ, അതോ മറ്റു വകുപ്പുകളിലും ഉണ്ടോ പ്രശ്നങ്ങൾ? ഏകദേശം ധാരണ ഇപ്പോൾ ആയിട്ടുണ്ട്. എങ്കിലും ചർച്ചകൾ തുടരുകയാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ തുറമുഖം മാത്രമല്ല, ഗതാഗതം അടക്കമുള്ള വകുപ്പുകളിൽ നേരത്തെ CP ജോണിനാണ്, ഘടകകക്ഷിയായ CP ജോണിനാണ് ഗതാഗത വകുപ്പ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ അവർക്ക് സഹകരണം വേണം എന്ന ഒരു നിലപാട് അവർ സ്വീകരിച്ചു. അതിലും ചർച്ചകൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചില വകുപ്പുകൾ കൂടി അവർക്ക് വേണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ആ ചർച്ചകളുമുണ്ട്. കോൺഗ്രസിലേക്ക് നോക്കിയാൽ 9 പേരുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. 3 പേരുടെ കാര്യത്തിൽ അവർക്ക് ചില വകുപ്പുകൾ കൂടി നൽകുന്ന കാര്യം പരിഗണനയാണ്. ഇപ്പോൾ വകുപ്പുകൾ പരിശോധിച്ചാൽ VD സതീശൻ ധനം, പൊതുഭരണം, PRD വകുപ്പുകൾ അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുക. രമേശ് ചെന്നിത്തല ആഭ്യന്തര വിജിലൻസും അത് ഏകദേശം ഉറപ്പിച്ചതാണ്. സണ്ണി ജോസഫ് റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യും. K മുരളീധരൻ ആരോഗ്യം, ദേവസ്വം വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുക. AP അനിൽകുമാറാണ് വൈദ്യുതി വകുപ്പ്. PC വിശ്വനാഥൻ ടൂറിസം, സാംസ്കാരികം, സിനിമാ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുക. M ലിജുവിന്റെ കാര്യത്തിൽ എക്സൈസ് വകുപ്പാണ് അദ്ദേഹത്തിന് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ആ വകുപ്പ് വേണ്ട, മറ്റൊരു വകുപ്പ് നൽകണം എന്ന ഒരു നിലപാട് സ്വീകരിച്ചതാണ്. അതുകൊണ്ട് സഹകരണ വകുപ്പ് ലഭിക്കുമോ എന്നുള്ള കാര്യം നോക്കുന്നുണ്ട്. റോജി M ജോൺ ആയിരിക്കും തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്യുക. പട്ടികജാതി പട്ടികക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് KA തുളസിയായിരിക്കും. ബിന്ദു കൃഷ്ണയ്ക്ക് വനിതാ ക്ഷേമവും സാമൂഹ്യനീതിയുമാണ് മറ്റു വകുപ്പുകൾ നൽകുന്ന കാര്യം പരിഗണനയിലാണ്. T സിദ്ദീഖായിരിക്കും കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുക. മൃഗസംരക്ഷണം കൂടി അദ്ദേഹത്തിന് പറയുന്നുണ്ട്. ഇന്നായിരിക്കും ആ ചർച്ചകൾ കൂടി ഇന്ന് നടക്കും. അതിനായിരിക്കും അന്തിമ തീരുമാനമുണ്ടാവുക. OJ ജനീഷ് കുമാർ ആയിരിക്കും കായികം, യുവജനക്ഷേമം കൈകാര്യം ചെയ്യുക. അദ്ദേഹത്തിനും ചില വകുപ്പുകൾ കൂടി ആലോചിക്കുന്നുണ്ട്. ഘടകകക്ഷികളിലേക്ക് വന്നാൽ PK കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. വ്യവസായവും IT ആയിരിക്കും അദ്ദേഹം കൈകാര്യം ചെയ്യുക. KM ഷാജി തദ്ദേശമായിരിക്കും കൈകാര്യം ചെയ്യുക. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ശംസുദ്ദീൻ ആയിരിക്കും. മറ്റൊരു ഘടകകക്ഷി RSP ആണ്. RSPയുടെ കാര്യത്തിൽ നേരത്തെ തീരുമാനമായതാണ്. വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ ആയിരിക്കും. നൈപുണ്യ വികസനവും കശുവണ്ടി വികസനവും അദ്ദേഹത്തിന് അധിക വകുപ്പുകളായി നൽകിയിട്ടുണ്ട്. മോൻസി ജോസഫിന് ജലവിഭവം, രജിസ്ട്രേഷൻ, ഉൾനാടൻ ജനഗതാഗതം, ഈ വകുപ്പുകളാണ്. മറ്റ് വകുപ്പുകളുടെ കാര്യത്തിൽ ആലോചിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ CP ജോണിന്റെ കാര്യമാണ്. അദ്ദേഹത്തിന് ഗതാഗത വകുപ്പാണ് നൽകിയത്. സഹകരണം വേണം എന്നാണ് അവർ ആവശ്യപ്പെട്ടിരുന്നത്. ആ ചർച്ചകളിൽ ഇന്ന് അന്തിമ കാര്യമാകും. അനൂപ് ജേക്കബ് ഘടകകക്ഷിയാണ്. ജേക്കബ് വിഭാഗമാണ്. നേരത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അവർക്ക് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പുകളാണ് ഉണ്ടായിരുന്നത്. ഈ മന്ത്രിസഭയിലും അത് തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അതിലും ചർച്ചകൾ തുടരും. ഇന്ന് ഉച്ചയോടെ അന്തിമ പട്ടിക കൈമാറുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഓക്കെ ബില്ലേ, ശരി. അപ്പം ഉച്ചയോട്